കെന്യോൺ ഹോൾ ഫാം, വാരിങ്ടൺ. യെസ്, വാരിങ്ടണിലുള്ള കെന്യോൺ ഹോൾ ഫാമിലാണ് സ്ട്രോബെറി പറിച്ചെടുക്കാൻ വന്നതാണ്. ഇവിടെ കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയൊരു ഫാമാണ് കേട്ടോ. കുറേ പേര് കാണാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രോബെറി പിക്കുന്നത് കണ്ടിട്ട് വരാം. UK സമ്മർ ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഞങ്ങൾ സ്ട്രോബെറി പിക്കിങ്ങിന് വന്ന ഡേയിലും നല്ല മഴ തന്നെയായിരുന്നു. കുറച്ചു നേരം തോർന്നു നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. ഈ ഒരു സ്ട്രോബെറി പിക്കിങ്ങിന് ടിക്കറ്റ് ഉണ്ട്. അത് നമ്മൾ ഓൺലൈനായിട്ട് എടുക്കണം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 5.95 പൗണ്ട്സ് ആണ്. അതായത് നമ്മുടെ ഇന്ത്യൻ മണി ഏകദേശം 600 രൂപ. പിന്നെ അതിൽ കുറച്ച് കണ്ടീഷൻസ് അവർ പറയുന്നുണ്ട്. ബോക്സ് നമുക്ക് അവർ തന്നെ തരും. ഈ ഒരു എമൗണ്ടിൽ നമുക്ക് 300 to 350 ഗ്രാംസ് സ്ട്രോബെറി ആണ് പിക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഒരു പ്രധാന കാര്യം, നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് കഴിക്കാൻ പാടില്ല. അതവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പിക്ക് ചെയ്തതിന് ശേഷം തിരിച്ച് വരുമ്പോൾ ഇവിടെ വെയിറ്റ് നോക്കും. അപ്പോൾ വെയിറ്റിൽ 350 ഗ്രാംസിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. ഈ ഫാമിൻ്റെ ഓപ്പണിംഗ് ടൈം വരുന്നത് 9 to 5 ആണ്. ഇതിൽ നമുക്ക് 9 തുടങ്ങി ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ടൈം ലിമിറ്റ് ഒന്നുമില്ല. നമുക്ക് ആ ഒരു ക്ലോസിംഗ് ടൈമായ 5 o'clock വരെ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ സ്ട്രോബെറി മാത്രമല്ല കേട്ടോ, അല്ലാതെയും ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഹാർവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വാങ്ങാൻ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ കുറേ ചെടികൾ, അവയുടെ സീഡ്സ്, കുറേ ഫ്ലവേഴ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അത് ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ വേറൊരു അതർ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഗൈഡുകൾ നിൽക്കുന്നുണ്ട് കറക്റ്റായിട്ടുള്ള വഴി കാണിച്ചു തരാൻ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. പക്ഷെ ഇടയ്ക്കൊന്ന് തോർന്നു. കറക്റ്റായിട്ട് ആ തോർച്ചയ്ക്കാണ് ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു വന്നത്. സ്ട്രോബെറി മാത്രമല്ല, ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മൾ സ്ട്രോബെറിക്കാണ് നമ്മളിപ്പോ ടിക്കറ്റ് എടുത്തേക്കുന്നത്. പിന്നെ എല്ലാത്തിനും അതിൻ്റെതായ സീസൺസ് ഉണ്ടല്ലോ. അപ്പോൾ അതായത് സീസൺസിലാണ് അതായത് ടിക്കറ്റ്സ് ഓപ്പൺ ആവുന്നത്. ഇപ്പം എന്തായാലും ഇപ്പോൾ ഇവിടെ കാണാം, കുറേ പേര് പിക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ സ്ട്രോബെറി കൂടാതെ ബ്ലാക്ക് ബെറീസ്, റാസ്ബെറീസ്, ഗാർഡൻ പീസ്, സ്വീറ്റ് കോൺ, അങ്ങനെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൃഷി ഇവിടെയുണ്ട്. പിന്നെ നമുക്ക് വേറെ ഉള്ളത് സൺഫ്ലവർ ഫീൽഡ്സ് ഉണ്ട്. അതൊരു ഓഗസ്റ്റൊക്കെ ആകുമ്പോഴാണ് ഓപ്പൺ ആവുന്നത്. പിന്നെ പംപ്കിൻ ഉണ്ട്. അത് മെയിനായിട്ട് ഒക്ടോബർ ലാസ്റ്റ് ഈ ഹാലോവിൻ സീസൺ ആകുമ്പോഴാണ് അതൊക്കെ ഓപ്പൺ ആവുന്നത്. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ നല്ല മഴ തുടങ്ങി. പക്ഷേ ഇത് കവർ ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് വേറെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവിടെ അടിപൊളിയായിട്ട് നിന്ന് നമുക്ക് അത് പിക്ക് ചെയ്യാനായിട്ട് പറ്റി. നമുക്ക് ഈ സ്ട്രോബെറിയിലേക്ക് വരാം. സ്ട്രോബെറി കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ, നല്ല ചുവന്ന് തൊടുത്ത്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ ഒരു സ്ട്രോബെറി നമ്മൾ നല്ലതായിട്ട് പഴുത്ത് കഴിഞ്ഞിട്ടുള്ള സ്ട്രോബെറി കഴിച്ചപ്പോൾ നല്ല ജ്യൂസി ആൻഡ് നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ ഒരു കപ്പിൾസും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും കൂടിയാണ് ഇവിടെ വന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് അവരെ കണ്ടപ്പോൾ അവരുടെ കയ്യിലാണെങ്കിൽ നിറയെ സ്ട്രോബെറി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ അവരൊരു വാർണിംഗ് തന്നിട്ടുണ്ടല്ലേ, കൂടുതൽ നമ്മൾ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ കൂടുതലൊന്നും പിക്ക് ചെയ്യാൻ ഞങ്ങൾക്കും പ്ലാൻ ഉണ്ടായിരുന്നില്ല. കറക്റ്റായിട്ടായിരുന്നു. അങ്ങനെ ആ ഒരു ബോക്സിൽ ഫില്ലാവുന്ന രീതിയിൽ നമ്മൾ പിക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ആവശ്യത്തിനുള്ള സ്ട്രോബെറിയും പിക്ക് ചെയ്ത് ഞങ്ങൾ വെയിറ്റ് നോക്കാൻ വേണ്ടി പോവാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ ആ വെയിറ്റ് നോക്കാൻ നിൽക്കുന്ന ആൾ പറഞ്ഞു, പൊക്കോ, വെയിറ്റ് ഒന്നും നോക്കേണ്ടത് കറക്റ്റ് ആയിരിക്കുമെന്ന്. എന്നാലും ഹസ്ബൻഡിനൊരു നിർബന്ധം. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് നോക്കിയപ്പോൾ അതൊരു 330 ഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ടും കുറഞ്ഞില്ല, കൂടിയില്ല. കറക്റ്റ് വെയിറ്റിൽ നമ്മുടെ സ്ട്രോബെറി നമ്മൾ പിക്ക് ചെയ്തു. എനിക്ക് ഇനിയും കുറേ വിശേഷങ്ങൾ ഈ ഫാമിനെ പറ്റി ഷെയർ ചെയ്യാനുണ്ട്. അതുവരെ സ്റ്റേ ട്യൂൺഡ്.